തൊഴിലാളി സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ അടയാളപ്പെടുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടി ഇന്ന് കൊല്ലം ആശ്രാമ യൂനൂസ് കൺവെൻഷൻ സെന്ററിൽ നടക്കും. തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തൊഴിൽ രംഗത്തെ ആവശ്യങ്ങളും ആവലാതികളും തുടർ പ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങളും സമർപ്പിക്കാം. സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 10 പേർ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട് ആശയവിനിമയം നടത്തും. മന്ത്രിസഭയൊന്നാകെ ജനസമക്ഷമെത്തിയ നവകേരള സദസ്സിന്റെ തുടർച്ചകൂടിയാണ് മുഖാമുഖം. 2000-ഓളം തൊഴിലാളികളുമായും വിവിധ തൊഴിൽ മേഖലകളിൽ സവിശേഷ വ്യക്തിമുദ്ര പതിപ്പിച്ച തിരഞ്ഞെടുക്കപ്പെട്ടവരുമായാണ് കൂടിക്കാഴ്ച. തിരഞ്ഞെടുക്കപ്പെട്ട 40 പേർക്ക് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും അവസരമുണ്ടാകും. പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് വഴികാട്ടാനായി രജിസ്ട്രേഷൻ സെന്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആശ്രാമ മൈതാനത്ത് വാഹനം പാർക്കിങ്ങിന് വിപുല സൗകര്യവും ഏർപ്പെടുത്തി. പ്രതിനിധികൾക്ക് ഭക്ഷണം ക്രമീകരിച്ചു. രാജ്യത്ത് തന്നെ ഇതാദ്യമായാണ് നവകേരള സദസ്സും തുടർ മുഖാമുഖങ്ങളുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കൈരളി ന്യൂസിനോട് പറഞ്ഞു. നാളത്തെ കേരളത്തിന് വേണ്ടി നാളത്തെ കേരളം എങ്ങനെ ആയിരിക്കണം, അതിൽ തൊഴിലാളികൾ എന്താണ് നിലപാട് സ്വീകരിക്കേണ്ടത്, യുവാക്കൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, ഈ വിഭാഗത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു നവകേരള സൃഷ്ടിക്ക് ഓരോ ജനവിഭാഗത്തിനും ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നു. ഇത് കേരളത്തിൻ്റെ ഇന്ത്യയുടെയും ജനാധിപത്യ സംവിധാനത്തിലും ചരിത്രത്തിലും ആദ്യത്തെ സംഭവമാണ് എന്നുള്ള കാര്യത്തിൽ ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആൾക്കാർ വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത ഉള്ളത്. മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനാകും. മന്ത്രിമാരായ KN ബാലഗോപാൽ, KB ഗണേഷ് കുമാർ, J ചെഞ്ചുറാണി, M മുകേഷ് MLA എന്നിവരാണ് മുഖ്യാതിഥികളായി പങ്കെടുക്കുക. കൈരളി ന്യൂസ്, കൊല്ലം.